എന്നൊരു ഡൂഗി സൗണ്ടിൻ്റെ ഒരു പുതിയൊരു പ്രൊഡക്റ്റാണിത്. ഏകദേശം 3.5 ഇഞ്ച് വരുന്നൊരു ഫുൾ റേഞ്ച് സ്പീക്കറാണിത്. ഇത് 3.5 ഇഞ്ചാണ് വരേണ്ടത്. 4 ohmസിൽ 20 വാട്ട് കിട്ടുന്ന വൂഫറാണിത്. 8 ohmസിലും ഇതേ സാധനം തന്നെ 8 ohmസിലും ഉണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഫ്രെയിം വരേണ്ടത്, ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഡയമീറ്റർ 4 ഇഞ്ച് വരുന്നുണ്ട് ശരിക്കത്. പിന്നെ ഈ റബ്ബർ സറൗണ്ടിൻ്റെ ഇതാണ് 3.5 വരുന്നുണ്ട്. എൻ്റെ ഡയമീറ്ററാണ് 3.5 വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഫൈബർ ഗ്ലാസ് ആണ്, കോണ് വരുന്നുണ്ട്. എൻ്റെ കോൺ ഉണ്ടല്ല, ഫൈബർ ഗ്ലാസ് ആണ്. നല്ല കട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ളൊരു മെറ്റീരിയലാണിത്. പിന്നെ അതേപോലെ ഇതിൻ്റെ റബ്ബർ ബീഡിങ്, ഈ സറൗണ്ട് വരേണ്ടത് റബ്ബറാണ്. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ സാധാ ഫോം വരുന്നേക്കാളും കൂടുതൽ കാലം നിൽക്കും. ഫോമാകുമ്പോൾ ഇവിടെയൊക്കെ വേഗം കയറി പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഒരു കാലം കഴിഞ്ഞാൽ ദ്രവിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് കൂടുതൽ കാലം നിൽക്കാവുന്നൊരു ഇതാണ്. പിന്നെ ഡസ്റ്റ് ക്യാപ്പ് റിവേഴ്സ് ഡസ്റ്റ് ക്യാപ്പാണിത്, സാധാ ഇതിന് വരുന്ന പോലെ തന്നെ. പിന്നെ ഇത് അയണാണിത്. പിന്നെ ഫെറിറ്റ് വരുന്ന ഫെറിറ്റ് മാഗ്നറ്റാണ് ഇത് വരുന്നത്. 20 വാട്ടാണ് വരേണ്ടത്. പിന്നെ ഇതിൻ്റെ SPL പറയുമ്പോൾ 80 dB ആണ് വരുന്നത്. അത് കുറച്ച് കുറവാണ്. എന്നാലും നമ്മൾ ഈ ഒരു റേഞ്ച് സ്പീക്കറായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര തന്നെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. കൂടുതൽ 85 dB ഒക്കെ റേഞ്ചിലാണ് വരിക. നമ്മൾ ചെറിയൊരു റൂമിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പഴയ ഹോം തിയേറ്ററിൻ്റെ ഒക്കെ സ്പീക്കർ കംപ്ലൈൻ്റ് ആയവർക്കൊക്കെ ധൈര്യമായിട്ട് മാറ്റാവുന്നതാണിത്. അതിൻ്റെ കൂടെ കൊടുക്കാവുന്ന സ്പീക്കറാണിത്. കാരണം ഇതിൻ്റെ കൂടെ ട്യൂട്ടറിൻ്റെ ആവശ്യമില്ല ശരിക്ക്. ഒരു ഫുൾ റേഞ്ച് തന്നെയാണ്. അത് ഒരു 75 ഹെർട്സ് തൊട്ട് ഒരു 11 kHz വരെ വർക്ക് ചെയ്യും. അപ്പോൾ തന്നെ ട്രബിളും ചെറിയൊരു ബേസൊക്കെ ഇതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. സാധാരണ 3 ഇഞ്ച് പോലത്തെ അല്ല, അവാർഡിൻ്റെ ഒക്കെ 3 ഇഞ്ച് പോലെ അല്ല അത്. ഇതിന് ഒരെണ്ണത്തിന് 500 രൂപ വില വരുന്നുണ്ട്. 8 ohmസിനാണെങ്കിലും 4 ohmസിനാണെങ്കിലും വില സെയിം തന്നെയാണ്. പഴയ ഹോം തിയേറ്ററൊക്കെ കംപ്ലൈൻ്റ് ആയവർക്കൊക്കെ മാറ്റാവുന്ന ഒരു സ്പീക്കറാണ്. അതിൻ്റെ കൂടെ കൊടുക്കാവുന്നതാണ്. അത് ഇമ്പിഡൻസ് അനുസരിച്ച് നോക്കി വാങ്ങിയാൽ മതി. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ട്യൂട്ടർ കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അവർ തന്നെ അദ്ദേഹം മുമ്പൊരു വീഡിയോ ചെയ്തതാണ്. ഇതും ഏകദേശം ഈ ഊഫറിനോളം വിലയുള്ള ട്യൂട്ടർ തന്നെയാണ്. 550 രൂപ വിലയുള്ള ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ട്യൂട്ടർ തന്നെയാണിത്. ന്യൂഡിയ മാഗ്നറ്റ് വരുന്ന ട്യൂട്ടറാണ് ഇത്. ഫെറിറ്റാണ്. പിന്നെ ഞാനിതിനൊരു പോർട്ട് എയറോൾ വരുന്ന ഒരു ബോക്സാണ് ഉണ്ടാക്കേണ്ടത്. കുറച്ചൊരു 4 ഇഞ്ചിൻ്റെ, നമ്മൾ സാധാരണ 4 ഇഞ്ചിനൊക്കെ ചെയ്യുന്ന ഒരു ബോക്സിൻ്റെ വലിപ്പം ഉണ്ടാവും നമ്മൾ ചെയ്തത്. എന്താ വെച്ചാൽ കുറച്ച് ബേസ് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. സംഭവത്തിൽ നമ്മൾ ഇത് ഫിറ്റ് ചെയ്താൽ അതിൻ്റെ പെർഫോമൻസും കാര്യം കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. ഞാനത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാനിതിൻ്റെ നിയർ ഫീൽഡ് മെഷർമെൻറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലാണ് ഞാൻ പറഞ്ഞ 75 ഹെർട്സ് തൊട്ട് ഒരു 11 kHz വരെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മൾ ബോക്സ് ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഇതൊരു 1000 ഹെർട്സ് വരെയൊക്കെ നല്ല ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് കാണിക്കേണ്ടത്. അതിങ്ങനെ ഫുൾ റേഞ്ച് സ്പീക്കർ, ഇതേപോലത്തെ ഫുൾ റേഞ്ച് സ്പീക്കറുകളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അധികം. പിന്നെ എന്താ വെച്ചാൽ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവും. കറക്റ്റ് ഫ്ലാറ്റായിട്ട് ഒരിക്കലും കിട്ടൂല. കുറഞ്ഞ വാട്ടുള്ള ആംപ്ലിഫയറൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റണ തന്നെയാണിത്. കാരണം ഇത് 8 ohmസിലും ഉണ്ട് 4 ohmസിലും ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ ചെയ്യുന്നത്, ഇതിൻ്റെ സെൻട്രൽ സ്പീക്കർ വന്നിട്ട് 8 ohms ആണ്.
അപ്പോൾ രണ്ട് ഫോറംസ് സ്പീക്കർ വെച്ച് പെയറിൽ ചെയ്യണം. അപ്പോൾ 8 ohmsൽ കിട്ടും. ഫ്രണ്ട് ലെഫ്റ്റും ഒക്കെ 4 ohms ആണ്. അപ്പോൾ അത് ഈ ഒരു സ്പീക്കർ വരുമ്പോൾ 4 ohms ആയി. ട്യൂട്ടർ വന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇത് ഏകദേശം ഇത് 8 ohms ആണ്, ഇത് അല്ല 6 ohms ആണ് ഇത് വരുന്നത്. 15 വാട്ട്സോളം ഇത് വരുന്നുണ്ട്. ഇത് പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ട്യൂട്ടർ തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ. കുറഞ്ഞ ബഡ്ജറ്റുള്ളവർക്കൊക്കെ വാങ്ങാവുന്ന ഒരു ഇത് തന്നെയാണ്, സ്പീക്കർ തന്നെയാണ് ഇത്. കുറഞ്ഞ പവറുള്ള ആംപ്ലിഫയർ ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ല ക്വാളിറ്റിയാണിത്. അവരെ മറ്റ് സ്പീക്കറെ പോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ കോണായാലും എല്ലാം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഇതിന്. പിന്നെ അവരെ സ്പീക്കറുകളെല്ലാം നല്ല നമ്മൾ മറ്റ് സ്പീക്കറെ അപേക്ഷിച്ച് നല്ലൊരു പെർഫോമൻസ് ആണ്. നമുക്ക് ഭയങ്കര മാറ്റം ഫീൽ ചെയ്യും. ഇപ്പോൾ സാധാരണ ഒരു അവാർഡ് സിപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റേഞ്ച് സ്പീക്കറുകളുണ്ടല്ലോ നമ്മൾ സാധാ ഒരു റേഞ്ചിൽ ഉപയോഗിക്കണം, കുറഞ്ഞ ബഡ്ജറ്റുള്ള, അതൊക്കെ കേട്ട് ശീലിച്ച ആൾക്കാർക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. ഡൂഗി സൗണ്ടിൻ്റെ സ്പീക്കറുകളൊക്കെ ഞാൻ എന്നും പറയുമ്പോൾ തന്നെ ഇതിനേക്കാളും വില കൂടിയ നല്ല സ്പീക്കറുകൾ ഇപ്പോൾ ഈ 3 ഇഞ്ചിൽ 3.5 ഇഞ്ചിലൊക്കെ നല്ല സ്പീക്കറുകളുണ്ട്. ഇവർ തന്നെ 4 ഇഞ്ചിൽ ഇതിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറുണ്ട്. അല്ലാതെ തന്നെ നല്ല ബ്രാൻഡ് സ്പീക്കറുകളൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സ്പീക്കറുകൾ തന്നെ ഉണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഒരുപാട് വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ റേഞ്ചിൽ നോക്കുമ്പോൾ ഇത് ഈ വിലക്ക് ഇത് നല്ലൊരു സ്പീക്കർ തന്നെയാണ്. നല്ലൊരു മുതൽക്കൂട്ടാവും ഇത് വാങ്ങുകയാണെങ്കിൽ.